ഒരു കൈയിൽ ജീവനും മറുകൈയിൽ നെഞ്ചോടു ചേർത്ത ചെങ്കൊടിയുമായി നാടിൻ ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ ചോരപ്പുഴ നീന്തി വന്ന സഖാക്കളെ ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. ജനറൽ സെക്രട്ടറി സഖാവിൻ്റെ ഒരു യാത്രയപ്പ് ചടങ്ങ് മസ്കറ്റിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ്. അതിലേക്ക് ആദ്യമായി ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ സഖാവ് അഞ്ജന കെ വിജയനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സംസ്ഥാന സെക്രട്ടറി സഖാവ് AV നവീനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സംസ്ഥാന സെക്രട്ടറി സഖാവ് പ്രേംലാലിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2015 സ്ഥിരപ്പെട്ടവരാരും ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളിരിപ്പുണ്ട്. അന്ന് POയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും, പേഴ്സണൽ ഓഫീസർ ഡാനിയൽ സാറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി താഴെ ഈ പറയുന്ന 35 പേരും വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ 2 പേരാണ് അവിടെ മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിൽ എൻ്റെ ഫ്രണ്ടിലിരുന്നത്. ഒന്ന് അന്നത്തെ ട്രഷറായിരുന്ന ശ്രീകുമാർ സാറും, രണ്ടാമത് കല്ലറ മൗസ് സാറും. നിങ്ങൾക്ക് ഇവർ രണ്ടുപേരും പെട്ടെന്ന് വന്ന് ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർ രണ്ടുപേരും അന്ന് ഉണ്ടായിരുന്ന 2 പേര് പെട്ടെന്ന് തന്നെ ഹെഡ് ഓഫീസിൽ ഉണ്ടായിരുന്ന 2 പേരും അവിടെ ഇരുന്നുകൊണ്ട് ആ ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് അതിന് ശേഷം ഉള്ള നിങ്ങളെ കൂടെ ഉള്ളത് തന്നെ കുറച്ച് പേർക്ക് റെഗുലറൈസേഷൻ കിട്ടാതെ നിന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി ഇടപെട്ടതും, പിന്നെ അത് കഴിഞ്ഞ് 97 പേരെ സ്ഥിരപ്പെട്ട 2021 കാര്യത്തിൽ ഇടപെട്ടതും എല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനല്ല, നമ്മുടെ മെമ്പർമാരുടെ, നമ്മുടെ ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് അദ്ദേഹം അന്ന് നടത്തിയിട്ടുള്ളത്. ഇതൊന്നും എല്ലാവരും പറയും പോലെ കാർക്കശ്യക്കാരനൊന്നുമല്ല, പച്ചയായ പാവം മനുഷ്യൻ. സംഘടനയ്ക്ക് വേണ്ടി, സംഘടനയിലെ അംഗങ്ങൾക്ക് വേണ്ടി വീറുറ്റ പോരാട്ടം നടത്തിയ ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ബാക്കി കാര്യങ്ങൾ സംഘടനയെ പറ്റിയൊക്കെ പ്രേംലാൽ പറയും, എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഇനിയുള്ള കാലം സന്തോഷവും ഐശ്വര്യവും സമാധാനവും കുടുംബത്തിനുണ്ടാകട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സംഘടനയ്ക്ക് മുതൽക്കൂട്ടാകട്ടെ എന്നും വളരെ ശക്തമായി സംഘടന ഇനി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ആശംസകൾ അർപ്പിക്കുന്നതിനായി സഖാവ് പ്രേമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എംപ്ലോയീസ് അസോസിയേഷൻ മസ്കറ്റ് ഹോട്ടൽ യൂണിറ്റ് കമ്മിറ്റിയും സഖാവ് ശ്രീകുമാറുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം. ഇത്രമേൽ പ്രത്യേകിച്ചും ഈ എംപ്ലോയീസ് അസോസിയേഷൻ മസ്കറ്റ് ഹോട്ടലിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച ഒരു പ്രിയപ്പെട്ട സഖാവാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി. മുൻകാലങ്ങളിൽ KTDCയുടെ തന്നെ ഫ്ലാഗ്ഷിപ്പായി അറിയപ്പെടുന്ന നമ്മുടെ ഈ മസ്കറ്റ് ഹോട്ടൽ CITU യൂണിയന് വേരോട്ടമില്ലാതെ വളരെയധികം പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
നമ്മുടെ ഇവിടുത്തെ ആദ്യകാല സഹാക്കൾ കുറച്ച് പേർക്ക് അറിയാം. നമ്മുടെ സംസ്ഥാന നേതാക്കൾ പോലും മാനേജ്മെൻറ്റിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മാനഹാനിപ്പെട്ടുകൊണ്ട് സംഘടനാ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഈ മസ്കറ്റ് ഹോട്ടലിനുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നാം ഇന്ന് വളരെ ശക്തമായിട്ടുള്ള KTDCയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു യൂണിയനായിട്ട് വളർന്നു വരാൻ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ച വ്യക്തികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ് സഖാവ് ശ്രീകുമാർ. അപ്പോൾ അദ്ദേഹവുമായി ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ കാര്യം ഞാൻ 3 ദിവസം മുമ്പേ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല പ്രേം, ഞാൻ ഒരു റിട്ടയർമെൻറ്റും ആനുകൂല്യങ്ങൾ ഈ ഒരു ഫങ്ഷൻസ് ഒന്നും തന്നെ ഞാൻ ഏറ്റുവാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എൻ്റെ ഹോട്ടൽ ചൈത്രം ഹോട്ടലിലെ യൂണിറ്റ് കമ്മിറ്റി എന്തെങ്കിലും തന്നാൽ ഞാൻ സ്വീകരിക്കും. കാരണം എൻ്റെ മാതൃ യൂണിറ്റ് അതാണ്. കാരണം ഞാൻ അവിടത്തെയാണ് ഞാൻ മെമ്പർഷിപ്പ് പുതുക്കി ഞാൻ ആ ഒരു ഘടകത്തിലുള്ളത് കൊണ്ട് ഞാൻ അത് മാത്രം സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ അദ്ദേഹത്തിനെ സമീപിച്ചു. നമ്മുടെ സെക്രട്ടറിയെ കൊണ്ട് ആദ്യം തന്നെ വിളിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ആദ്യമായി ഞാൻ പറഞ്ഞൊരു കാര്യം, സഖാവെ, നമ്മുടെ ഈ ഒരു യൂണിയനിൽ ആദ്യമായി പ്രൊഫഷണൽ എംപ്ലോയീസിന് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു കാലഘട്ടം സഖാവിന് ഓർമ്മയുണ്ടല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യൂണിയനിൽ വളരെ ചുരുക്കം കുറച്ച് പ്രൊഫഷണൽ എംപ്ലോയീസ് മാത്രമേ ആദ്യം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീമാണ്. KTDCയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഒരു ഔട്ട്സോഴ്സ് ജീവനക്കാരനായിട്ടോ അല്ലെങ്കിൽ ജീവനക്കാരിയായിട്ടുള്ള ഒരു സഖാവ് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സഖാവിനെ വളരെ ശക്തമായി ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ നേർക്കാഴ്ചകളായിട്ടുള്ള 1-2 സഖാക്കൾ ഇവിടെയുണ്ട്. സഖാവ് ഗിരിജയുണ്ട്, മിനിച്ചേച്ചിയുണ്ട്, മിനിച്ചേച്ചി വേറെ ഒരാളുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മാറി നിന്നപ്പോൾ വളരെ തൻ്റെയിടപൂർവ്വം നമ്മളിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത 1-2 സഖാക്കളുണ്ട്. അതിലൊരാളാണ് സഖാവ് മിനി, നമ്മൾ കൊച്ചു മിനി ചേച്ചി ആ ഇരിപ്പുണ്ട്. ഏകദേശം 21 വർഷത്തോളം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ചേച്ചി ജോലി ചെയ്തിട്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും വേറൊരു സ്ഥാപനത്തിലേക്ക് പോകുകയാണ്. ഞങ്ങളെല്ലാവരും വന്ന് കണ്ടു. അപ്പോൾ അന്ന് മുതൽ നമ്മുടെ സംഘടനയിൽ ശക്തിയുതം നിലനിന്ന ആ ചേച്ചിക്ക് നമുക്കൊരു ഉപഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത്രമേൽ നമ്മുടെ സംഘടനയുടെ കാരണം ഇവരെ മാതൃകയാക്കിക്കൊണ്ടാണ് ബാക്കിയുള്ള സഹാക്കൾ പ്രൊഫഷണൽ എംപ്ലോയീസ് ഞങ്ങളുടെ യൂണിയനിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊരു ബാക്ക് ഡ്രോപ്പ് പോലും ഇല്ലാതെയും ഒരു ആഡംബരമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യങ്ങൾ പോലും ചെയ്യാതെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്തത്. അപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ നമ്മുടെ സഖാവ് നവീൻ പറയുകയുണ്ടായി. ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ആവർത്തന വിരസതയായി തന്നെ തോന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സംഘടനയിൽ അദ്ദേഹം ശക്തമായി തന്നെ നിലകൊള്ളും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിന് കാരണം KTDC എംപ്ലോയീസ് അസോസിയേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ഒരു സംഘടനയ്ക്ക് സംഘടനയുടേതായിട്ടുള്ള പ്രത്യയശാസ്ത്രമുണ്ട്. മറ്റൊരു സംഘടനയെ പോലെയല്ല. കൃത്യമായിട്ട് ഒരു നിലപാടോടുകൂടി നമ്മുടെ ശത്രുക്കളെന്നും ഞങ്ങളുടെ വർഗ ശത്രുക്കൾ എന്ന മാനേജ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവനക്കാരുടെ ഓരോ വിഷയങ്ങൾ CI2ൻ്റെ മുന്നിൽ എത്തിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ ജീവനക്കാരുടെ ഓരോ വിഷയങ്ങൾ ശക്തമായിട്ട് നിലപാടോടുകൂടി നേരിടുന്നതിനും അദ്ദേഹത്തിന് ഇനി മുതൽ അതിർവരമ്പുകളില്ലാത്ത രീതിയിൽ തന്നെ പ്രയത്നിക്കാൻ നമുക്ക് സാധിക്കും. ഒരു സബോർഡിനേറ്റ് എന്ന രീതിയിൽ മാനേജ്മെന്റ് ഡയറക്ടറിൻ്റെ അടുത്തോ അതിനോടൊപ്പം തന്നെ ചെയർമാൻ്റെ അടുത്തോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കോ അദ്ദേഹത്തിന് സംസാരിക്കാൻ യാതൊരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. അത് തന്നെയാണ് ഇവിടുത്തെ മാനേജ്മെന്റിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു റിവാർഡായിട്ട് വരുന്നത്. നാളെ മുതൽ ജനറൽ സെക്രട്ടറിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മൂർച്ച ഉണ്ടാകുമ്പോൾ ഈ ഒരു മാനേജ്മെന്റ് KTDCയിൽ നിന്നും സഖാവ് ജനറൽ സെക്രട്ടറിയായ സഖാവ് ശ്രീകുമാർ പുറത്തു പോകുമ്പോൾ മാനേജ്മെന്റിന്റെ വരുതിയിലാക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഓരോ മാനേജ്മെന്റ് ജീവനക്കാർക്കും ഉള്ള ശക്തമായിട്ടുള്ള താക്കീതായിരിക്കും ഈ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇനി അങ്ങോട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാലും നമ്മോടൊപ്പം ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാവിധമായിട്ടുള്ള ആശംസകളും അദ്ദേഹത്തിന് ആയുരാരോഗ്യവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മളല്ലാതെ മറ്റാരു സഖാക്കളെ ഇമ്മണ്ണിനായി ചോര ചിന്തിടാൻ നമ്മളല്ലാതെ മറ്റാരു
നിങ്ങൾ അത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതിൽ എൻ്റെ ഒരു വ്യക്തിപരമായ പേരിൽ ഞാൻ ഒരു നന്ദി അറിയിക്കുകയാണ്. എന്നാളും പോരിനായി പോരുമോ സഖാവേ, മുന്നേറാൻ സമയമായി ലാൽ സലാം. ഇടിമുഴക്കമായി കിലാവിന്റെ പടകമുണരട്ടെ നെഞ്ചിൽ, ഇടവിടാതൊരേ ലക്ഷ്യമായി നീങ്ങി കൊടിയുയർത്തിടാൻ വാങ്ങി, മുന്നേറാൻ സമയമായി ലാൽ സലാം. വിരമിച്ചാലും നമ്മുടെ സംഘടനയെ മുന്നോട്ട് ഈ നയിച്ചതുപോലെ തന്നെ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാവും ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. നമുക്കെല്ലാവർക്കും ഇനിയും മുന്നോട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഈ സഖാവിനെ ഇനിയുള്ള നാളുകളിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ, സംഘടനയെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ ശക്തമായിരുന്നു. ആ നിലപാടുകളിലൂടെയാണ് ഈ സംഘടന വളർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്ട ജീവിതം എല്ലാ വിധത്തിലും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മുന്നോട്ടുള്ള ജീവിതവും അതുപോലെ വിശ്രമ ജീവിതം ആയിരിക്കില്ല എന്നറിയാം. എല്ലാവിധ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആശംസിക്കുകയാണ്. എനിക്ക് ഈ സ്നേഹോപകാരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിഷേധിക്കാനും പറ്റുന്നില്ല. അല്ല, സെൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിന് വേണ്ടാന്ന് പറയുമായിരുന്നു. സ്നേഹം പറയുമ്പോൾ നമുക്കാരെയും ഈ സ്നേഹം തള്ളിക്കളയുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ശരിയായ സ്നേഹങ്ങൾ തള്ളിക്കളയുന്ന ഒരാളല്ല. ആ സ്നേഹത്തിൽ കൂടെ ഒരുപാട് ചതിയിൽപ്പെട്ടിട്ടുണ്ട്. അത് പൊക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറുള്ള ചതികളൊന്നുമല്ല. നേരായ സ്നേഹം കൂടെ സ്നേഹിച്ച് കൊല്ലുക എന്നുള്ളൊരു പരിപാടിയില്ലേ, അങ്ങനെ ഒത്തിരി പേര് എന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഇവിടെ എത്തിച്ചതാണ്. ഞാൻ ഒരു സെൻഡ് ഓഫും വേണ്ട, ചൈത്രത്തിൽ മാനേജ്മെൻറ്റിന് മതി. ഞാൻ ചൈത്രത്തിലെ യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു സെൻഡ് ഓഫ് മതി എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് പോയ ഒരാളാണ്. നോർത്തിലൊക്കെ ഒരുപാട് പേര് എന്നെ വളരെ നേരത്തെ മുതലേ വടക്കൻ മേഖലകളിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു വലിയ പരാതി കെട്ടി മസ്കറ്റ് നടന്നുകൊണ്ട് ഇപ്പോൾ വരും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതിനെയും നേരിടേണ്ടത് ഞാൻ തന്നെയാണ്. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് വേണ്ടി കൂടെ ഞാൻ തന്നെ നേരിടാം എന്നുള്ളതാണ് ഞാൻ. ഏതായാലും ഈ തന്ന എല്ലാ സ്നേഹോപകാരങ്ങൾക്കും എല്ലാവരോടെയും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ 2-3 കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് നിർത്താൻ ഞാൻ സമയം ഇന്നലെ ഇപ്പം പകൽ സമയമാണ്, എല്ലാവർക്കും ജോലി ഒക്കെയുള്ള സമയമാണുള്ളത്. അപ്പം എന്തായാലും ഇന്ന് ഇത് പിന്നെ എന്താണ് പറയേണ്ടത്, ഞാൻ ഇവരെ ഒരുപാട് പേര് എന്നെ എന്തൊക്കെയോ കുറേ പുകഴ്ത്തി പറഞ്ഞു. ഒത്തിരി ഇകഴ്ത്തി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിവിടെ ആരും പറഞ്ഞില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് പറയാത്ത എന്താ, പറയുമ്പോൾ നമ്മൾ അതും കൂടെ പറയണം. എൻ്റെ സ്വഭാവം അതാണ്. ഞാൻ പറയുമ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. നല്ലതും പറയും, ചീത്തയും പറയും. നിങ്ങൾക്കെല്ലാം അറിയാം. മീറ്റിങ്ങിൽ വന്ന് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ എല്ലാ കാര്യങ്ങളും പറയും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ ഇന്നൊരു നല്ലൊരു ശത്രുവായി ഏതാനും കുറേ മാനേജർമാരുടെ ശത്രുപക്ഷത്ത് ഞാൻ എത്തി നിൽക്കുന്നത് വരികയാണ്. ഏത് രീതിയിലും ഈ വെട്ടിക്കൊല്ലാമെങ്കിൽ വെട്ടിക്കൊല്ലും, കത്തിച്ചു കൊല്ലാമെങ്കിലും ഭക്ഷിക്കാൻ പറ്റിയ ഭക്ഷിക്കും, ആ രീതിയിൽ നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടോ ഇറങ്ങിയിട്ടോ ഒന്നുമില്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും മാനേജ്മെൻറ്റിൽ ഞാൻ പോയിട്ടില്ല, ഒരു കാര്യത്തിനും പോയിട്ടില്ല. അത് ഞാൻ വന്ന കാലം മുതലുള്ള ഓരോ MD-മാർക്കോ ചെയർമാൻമാനോ ഒക്കെ അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ എല്ലാവരോടും നിങ്ങൾക്കൊക്കെ ചോദിച്ചറിയാം. ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടോ? എല്ലാം എൻ്റെ കൂടെയുള്ള ആൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാനോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടിയോ സംസാരിക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ. അതിനെ ചില ആളുകൾ അവരെ കുറ്റപ്പെടുത്താൻ പോയി, അവരെ ഉപദ്രവിക്കാൻ പോയി, അങ്ങനെയൊക്കെ ഇല്ലാത്ത ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഒരു ട്രാൻസ്ഫറുകൾ വന്നു കഴിഞ്ഞാൽ, എൻ്റെ കഷ്ടകാലത്ത് ഞാനന്ന് ഹെഡ് ഓഫീസിലുണ്ട്, അന്ന് വൈകിട്ട് ഒരു ട്രാൻസ്ഫർ ഇറങ്ങിയാൽ ഞാനാണ് എൻ്റെ പിന്നിൽ എന്ന് ഉടൻ തന്നെ ഒരു മുദ്ര കുത്തി എല്ലാം ഇറങ്ങി കഴിയും. അതുകൊണ്ട് ഇപ്പം ഞാൻ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഹെഡ് ഓഫീസിലൊന്നും അധികം പോകാറേ ഇല്ല. ഒരു തൊഴിലാളി സംഘടന കാണുന്നതോ എല്ലാ തൊഴിലാളികളും തൊഴിലാളികളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ സ്ഥിരം ജീവനക്കാരെന്നോ കോൺട്രാക്ട് ജീവനക്കാരെന്നോ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ്ഡ് എംപ്ലോയീസ് എന്നോ മുദ്ര കുത്തുന്നത്
നമ്മുടെ മാനേജ്മെൻറ്റുകളാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ നിയമന വ്യവസ്ഥകളുടെ പേരിലും അവരുടെ സേവന വേതനങ്ങളുടെ പേരിലുമാണ് അവരെ ഈ പറയുന്ന പല രീതിയിൽ അവരെ പേരുകൾ കൊണ്ട് മാറ്റം വരുത്തിയിരിക്കുന്നത്. പക്ഷേ ചെയ്യുന്ന ജോലികളോ 3 കൂട്ടരും ഒരേ ജോലികൾ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന എല്ലാ തൊഴിലാനുകൂല്യങ്ങളും മുൻകാലങ്ങളിലുള്ള പൂർവികർ ഉൾപ്പെടെയുള്ള ആളുകൾ നേടിയിരിക്കുന്നത് സമരം ചെയ്തും ജീവത്യാഗം സഹിച്ചും തൊഴിൽ നഷ്ടപ്പെട്ടും കേട്ടു. നിങ്ങൾ ഒത്തിരി സമയമെടുത്തു സഹിച്ച നിങ്ങളെല്ലാവരും ഇത്രയും കാലം എൻ്റെ ദേഷ്യവും എൻ്റെ ഇടപെടലുകളും എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടായ ഒരുപാട് പേരുണ്ട്. അവരോട് എല്ലാം എന്നെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കാൻ പറയത്തില്ല, നിങ്ങൾക്ക് വേണ്ടിയേ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. ഗിരിജയൊക്കെയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗിരിജയ്ക്ക് വേണ്ടി ഇവിടെ ഒന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗിരിജയായിട്ട് ഉടക്കിയിട്ടുണ്ട്. യൂണിയൻ അതൊക്കെ സംഘടനയ്ക്ക് വേണ്ടിയാണ്. തെറ്റുകൾ കണ്ടാൽ ആരെയായാലും ചോദ്യം ചെയ്യും, എല്ലാം പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും എൻ്റെ കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം എനിക്ക് കിട്ടിയ, എൻ്റെ കുടുംബത്തിനും കിട്ടിയ ഐശ്വര്യവും അല്ലെങ്കിൽ എൻ്റെ ഉയർച്ചകളും എല്ലാം ആയിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്നെ ഞാൻ ആക്കിയതും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയതും ഈ സംഘടന തന്നെയാണ്. ഒരിക്കൽ കൂടെ നന്ദി. ഈ തന്ന സ്നേഹത്തിന് വീണ്ടും 100 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും ആദ്യമേ നന്ദി പറഞ്ഞത് അധ്യക്ഷൻ അഞ്ജനയുടെയും യൂണിയൻ്റെ പേരിലും നന്ദി പറഞ്ഞു തന്നു. അതാണ് വിശിഷ്ടാവധി ശ്രീകുമാർ സാറിന് എൻ്റെയും യൂണിയൻ്റെ പേരിലും നന്ദി പറയണം. പിന്നെ വേദിയിരിക്കുന്ന സഹാക്കൾക്കും വേദിയിൽ ദേശീയിരിക്കുന്ന എല്ലാ സഹാക്കൾക്കും ഒരു കൈയിൽ ജീവനും മറുകൈയിൽ നെഞ്ചോടു ചേർത്ത ചെങ്കൊടിയുമായി നാടിൻ ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ ചോരപ്പുഴ നീന്തി വന്ന സഖാക്കളെ ലാൽ സലാം.